Hello guys, welcome back to my video. അപ്പോൾ ഇതിന്റെ part 1 already post ചെയ്തിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ അത് കണ്ടു നോക്കൂ. This is the part 2 of my Hyderabad series. ഇതൊക്കെയും ഫിലിം സിറ്റിയുടെ ഉള്ളിൽ ഓരോ പാട്ടാണ്. Cameras that is called OptiTrack cameras. Total 16 cameras are there. ऊपर लगे हुए cameras OptiTrack cameras कहाँ जाता है? Guys, ഞങ്ങൾ ഇപ്പോൾ ഇവിടെ നിൽക്കുകയാണ്. പക്ഷെ ഞങ്ങൾ അവിടെയുണ്ട്. Guys, ഞങ്ങൾ ഇവിടെയുണ്ട്. പിന്നെ അവിടെ കുറച്ച് ഡാൻസേഴ്സ് ഡാൻസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ സച്ചു അവരുടെ കൂടെ കൂടിയിട്ട് കുറച്ച് ഡാൻസ് ഒക്കെ കളിച്ചു. ഈ പരിപാടി പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ്. വെള്ളമാണ് വരുന്നത്. അപ്പൊ അതിന്റെ മുന്നിൽ നിന്ന് നല്ല സമാധാനമാണ്. നട്ടു ടെമ്പിൾ. Another building is MP building, multi-purpose building. Telugu movie Chhatrapati Shivaji Palace. Jug Fountain. It is made up by Roman architecture. Chris 3. ഇവിടുന്ന് ഫുള്ള് ഭയങ്കര വ്യൂ ഉണ്ട് എല്ലായിടത്തേക്കും. നമുക്ക് എല്ലാ സെറ്റും കാണാൻ പറ്റും. ലഞ്ച് നമുക്ക് കിട്ടിയത് ജീര റൈസും പിന്നെ ചന മസാലയാണ്. അതേ അവിടെ അവൈലബിൾ ആയിട്ട് ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു ടൈമില്. പിന്നെ നമ്മൾ കണ്ടത് ജാപ്പനീസ് ഗാർഡൻ ആണ്. ശരിക്കും വേറെ എവിടെ എത്തിപ്പെട്ട പോലെ തന്നെ ഉണ്ടായിരുന്നു. അവിടെ ചെറിയ അരുവി പോലെ ചെറിയൊരു വാട്ടർ ഒഴുകി പോകുന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെ എല്ലാവരും ഇങ്ങനെ ഇരുന്ന് കലക്കിട്ട് നൈസായിരുന്നു. പിന്നെ നേരെ ബേർഡ്സിന്റെ ഒരു ഏരിയയിലോട്ടാണ് പോയത്. നല്ല രസമുണ്ടായിട്ട് കാണാനായിട്ട് ഈ വെള്ളച്ചാട്ടമൊക്കെ. പിന്നെ പല വെറൈറ്റി ബേർഡ്സ് ആണ് നമുക്ക് അവിടെ കാണാൻ സാധിച്ചത്. കുറേ എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. പക്ഷെ ഒരുപാടുണ്ട് ഗൈസ്. ഒരുപാട് തരം ബേർഡ്സ് ഉണ്ട് അവിടെ. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് ഒരു ഗുഹ പോലെ കണ്ടു. ജസ്റ്റ് ഒന്ന് ഇറങ്ങി നോക്കിയതാണ്. അതിൻ്റെ ഉള്ളിൽ നല്ല രസമുണ്ടായിരുന്നു. പീസ്ഫുൾ. പിന്നെ ഒരു പേടിയൊക്കെ ആവുന്ന രീതിയിലൊരു സംഭവമാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. ക്ഷീണിച്ചുറങ്ങാണ് ഞങ്ങൾ. വല്ലാണ്ട് ക്ഷീണിച്ചു. ഭയങ്കര വെയിലും ഒക്കെ കൂടെ എങ്ങനെയും വീട്ടിലെത്തിയാൽ മതി. ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. നമ്മുടെ പാക്കേജിലുള്ള എല്ലാ സ്പോട്ടും കണ്ടിട്ട് നമ്മളിപ്പോൾ എക്സിറ്റിലുള്ള ബസ് വിളിച്ചിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു എന്താണ് എക്സിറ്റില് നമുക്ക് ബസ് കിട്ടുന്നുള്ളത് ഡ്രോപ്പ്. പക്ഷെ അത് കിട്ടിയില്ല. അത് എത്ര മണിക്കാ? 7 മണിക്കുള്ളൂ. ഇപ്പം 4 മണിയായിട്ടേ ഉള്ളൂ. ഞങ്ങൾ വല്ല ഊബറൊക്കെ വിളിച്ച് നോക്കണം. കിട്ടുമെന്ന് അറിയില്ല. കുറച്ച് ദൂരമുണ്ട് ഇവിടുന്ന്. 34 കിലോമീറ്റേഴ്സ് ഉണ്ട് ഇവിടുന്ന്. അപ്പം അതുകൊണ്ട് കിട്ടുമെന്ന് അറിയില്ല, നോക്കണം. പിന്നെ നമുക്കൊരു മാരേജിന് വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത് മെയിനായിട്ട്. അപ്പം അവരുടെ വീട്ടിലൊക്കെ ഒന്ന് പോയി. രാവിലത്തെ പോലെ ഡ്രസ്സൊക്കെ മാറ്റി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വന്നു. ഇന്നലെ ഞങ്ങൾ നല്ല ലേറ്റ് ആയി കഴിച്ചിട്ടാണ്. അതുകൊണ്ട് ഇറങ്ങാനും കുറച്ച് ലേറ്റ് ആയി. 9:15. ഇത് നമ്മളെവിടെ പോകുന്നത്? ചാർമിനാറ പോകുന്നത്. കുറച്ച് ഷോപ്പിംഗ് ഒക്കെ അവിടെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നോക്കാന്ന് വിചാരിച്ചു. പിന്നെ ഒന്ന് കാണാം. മോളേരെ കയറുമെന്ന് അറിയില്ല. കാരണം അച്ഛനൊക്കെ ഇന്നലെ കുറേ നടന്നിട്ട് നടക്കാനായിട്ടുള്ള ഒരു വയ്യായുള്ളതുകൊണ്ട്. അങ്ങനെ ഞങ്ങൾ ചാർമിനാറിലേക്ക് ഓട്ടോയിലാണ് പോയത്. ഹൈദരാബാദ് വന്ന് എന്തായാലും ചാർമിനാർ കാണണം എന്ന് മൈൻഡിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ പോയപ്പോൾ ഞങ്ങൾ വളരെ സങ്കടപ്പെടുത്തിയ ഒരു ന്യൂസാണ് അവിടെ ഉണ്ടായത്. നോക്കുമ്പോൾ നിറയെ ആംബുലൻസ് നിർത്തിയിട്ടേക്കുന്നു. അപ്പോൾ അവിടെ ഉള്ള ഒരാളോട് എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചപ്പം അവിടെ ഒരു ബിൽഡിംഗ് തീ പിടിച്ചതാണെന്നാണ് പറഞ്ഞത്. പക്ഷെ നമ്മൾ അപ്പോൾ എത്ര പേര് മരിച്ചു എന്നും അങ്ങനെയൊക്കെ അറിഞ്ഞു. അപ്പോൾ ആകെ നമ്മുടെ ആ ഒരു ചാർമിനാർ കാണാനുള്ള മൂഡ് നമ്മുടെ പോയി. നമ്മൾ പിന്നെ കുറച്ചു നേരം അവിടെ അങ്ങനെ വെയിറ്റ് ചെയ്തു എന്താണെന്ന് അറിയാണ്ട്. പിന്നെ അവർ പറഞ്ഞു എല്ലാവരും ഉള്ളിലേക്ക് പൊക്കോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഫുൾ ക്ലിയർ ഒക്കെ ആക്കിയായിരുന്നു. നിങ്ങൾ ന്യൂസിലൊക്കെ ഇത് കണ്ടിട്ടുണ്ടാവും. നമ്മൾ ചാർമിനാറിന്റെ അവിടെ പോയി നോക്കി എത്ര ആൾക്കാരാന്ന്. ലൈക്ക് എല്ലാവരും അവരുടെ ലൈഫായിട്ട് മൂവ് ഓൺ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നിറയെ ഷോപ്സ് ഉണ്ട് അവിടെ. അപ്പൊ നമ്മള് ഷോപ്പൊന്നും ചെയ്തില്ല. നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് റൂമിലേക്ക് പോരുകയാണ് ചെയ്തത്. റിസപ്ഷൻ ഒരു ഫ്രോക്കാണ്. ഇപ്പൊ ഇറങ്ങി ക്യാബിലാണ്. ഒരു 7 കിലോമീറ്റേഴ്സ് കൂടി നമ്മുടെ വീട്ടിലെ പോരാടി
അച്ഛൻ്റെ ബ്ലൂ ഐലൈനർ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് അവിടെ പോയിട്ട് നോക്കാം. ഇങ്ങനെയുണ്ട് ഞങ്ങളുടെ ഔട്ട്ഫിറ്റ് നോക്കാൻ വേണ്ടി കമന്റ് ചെയ്യാൻ പറ്റും. അതെ, ഇതിലാരാണ് കൂടുതൽ ഭംഗി കമന്റ്? നമ്മുടെ ഇവിടുത്തെ പോലെയല്ല, കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഫങ്ഷൻ സ്റ്റാർട്ട് ആവുന്നത്. നമ്മളെത്തിയപ്പോൾ അധികാരം വന്നിട്ടൊന്നുമില്ല, സ്റ്റേജും അറേഞ്ച് ചെയ്യുന്നേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താ വെച്ചാൽ സ്റ്റാർട്ടേഴ്സായിട്ട് നമുക്ക് ചിക്കൻ്റെ എന്തോ ഒരു ഡിഷും പിന്നെ കൂടെ ബദാം മിൽക്കും കൂടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാനൊരു ആന്ധ്ര സ്റ്റൈൽ വെഡ്ഡിങ് അല്ലെങ്കിൽ റിസപ്ഷന് പാർട്ടാവുന്നത്. സോ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഫുൾ പരിപാടി ഓണായി, കുറേ ഗസ്റ്റൊക്കെ വന്നു. അപ്പോൾ നമുക്ക് ഈ ആന്ധ്ര സ്റ്റൈൽ ഡ്രസ്സിങ്ങും എല്ലാം കാണുമ്പോൾ തന്നെ നമുക്കൊരു വ്യത്യാസമുണ്ട്. നമ്മുടെ നിന്നായിട്ട് ഒരു ഡിഫറെൻറ്റ് ഡ്രസ്സിങ് ആണ്. നല്ല രസമായിരുന്നു. പിന്നെ അവരുടെ ഫോട്ടോ സെഷനൊക്കെ കഴിഞ്ഞു, ഗസ്റ്റൊക്കെ വരാൻ തുടങ്ങി, സ്റ്റേജൊക്കെ ഓൾമോസ്റ്റ് കവറായി. നമ്മളിങ്ങനെ ആ സോങ്ങൊക്കെ കേട്ടാൽ ചേട്ടൻ എന്ത് അടിപൊളിയായിട്ടാണ് പാടുന്നതെന്ന് അറിയുമോ. ശരിക്കും ഒരു CD ഒരാൾ പാടാൻ നമുക്ക് തോന്നിയേ ഇല്ല, അത്രയും അടിപൊളിയായിട്ടാണ് പാട്ടുണ്ടായിരുന്നത്. അതൊക്കെ എൻജോയ് ചെയ്ത് ഇങ്ങനെ ഇരുന്നു അവിടെ. കുറേ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പോയി. അപ്പോൾ കുറേ വെറൈറ്റി ഓഫ് ഫുഡ് ഉണ്ടായിരുന്നു. മട്ടൻ ബിരിയാണി, അതേപോലെ പ്രോൺസ്, നാന്, ചിക്കൻ്റെ എന്തോ ഒരു ടൈപ്പ് ഓഫ് ചിക്കൻ, അങ്ങനെ കുറേ വെറൈറ്റി ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ റിലേറ്റീവ്സിൻ്റെ കുറച്ച് പാട്ട് സെഷനൊക്കെ ഉണ്ടായിരുന്നു. അതും കൂടി കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി. സോ ഗൈസ്, ഡേ 4 നമ്മളുടെ അവസാനത്തെ ഡേ ഇൻ ഹൈദരാബാദ്. ആൻഡ് ടുഡേ നൈറ്റ് 11:30 നമ്മുടെ ഫ്ലൈറ്റ്, തിരിച്ചുള്ള ഫ്ലൈറ്റ്. അപ്പോൾ അതാ രാവിലെ നീച്ചു. ഇന്ന് പ്രത്യേകിച്ച് ഒരു പ്ലാനും ഇല്ല, ചുമ്മാ വെറുതെ ഇവിടെ അടുത്തുള്ള കുറച്ച് കടകൾ കയറി ഇറങ്ങുന്നു. ഇപ്പോൾ ആ ഫുഡ് കഴിക്കാൻ പോകണു. നമ്മൾ ലേറ്റ് ആയിട്ടൊന്നുമല്ല, നമ്മളധികം 8:47 നമ്മളിതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവാണ്. വിട്ടുതരാം. എന്നത്തെ സ്ഥലം ഇവിടെ കോംപ്ലിമെന്ററി ബ്രേക്ക്ഫാസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ സെയിം സ്ഥലത്തു നിന്നാണ് എല്ലാവരും കഴിക്കുന്നത്. അവരുടെ എന്താ ദോശ, ഇഡ്ഡലി, പൂരി, അങ്ങനെ 3 ഓപ്ഷനാണ് പെർ ഡേ. ഇതിലേതാണെങ്കിൽ ചോദിച്ചാൽ കിട്ടും. ഓക്കെ. പിന്നെ എന്തോ ഒരു ബോണ്ട പോലത്തെ സാധനം. ഓക്കെ, അപ്പൊ ശരി, കഴിക്കട്ടെ. കഴിച്ചിട്ട് ബാക്കി വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും വേണ്ടിയിട്ട് ഇവിടെ അൺലിമിറ്റഡിലാണ്. ഇതാണ് ഞാൻ ഒന്ന് ട്രയൽ ചെയ്തത്. കുറച്ചൊരു ആന്ധ്ര സ്റ്റൈലൊരു സാധനം എടുക്കണം തോന്നി, അതുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് ട്രൈ ചെയ്യാം. ഇതാണ് ഞാൻ പിന്നെ ട്രൈ ചെയ്തത്. ഇത് പക്ഷെ ഞാൻ പുറത്ത് പോയിട്ട് എല്ലാവർക്കും കാണിച്ചിട്ടപ്പോൾ ആർക്കും അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇത് നമ്മൾ എടുക്കുന്നില്ല. ഇത് പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു, നേരത്തെ കാണിച്ചത്. ചിലപ്പോൾ എടുക്കും. അപ്പം ഞാൻ അടുത്തത് ട്രൈ ചെയ്യാം. പിന്നെ എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടു, ഒരു നോർമൽ കളറ്. ഈ ഒരു ഡ്രസ്സ്, ഇതിലൊരു ഡ്രസ്സാണ് ഞാൻ എടുത്തത്. എന്നിട്ട് നേരെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോയി. അപ്പോൾ ഞാൻ ഗൂഗിളൊക്കെ നോക്കിയിട്ടാണ് ഒരു പ്ലേസ് കണ്ടുപിടിച്ചത്. ഇറ്റ് വാസ് നോട്ട് എ റോങ് ചോയ്സ് അറ്റ് ഓൾ. ഞങ്ങളിന്ന് ഫുഡ് കഴിച്ചത് മെഹഫിൽ നിന്നാണ്. അപ്പോൾ അത്യാവശ്യം നല്ല ഒരു ആംബിയൻസ് ഉള്ള ഒരു റെസ്റ്റോറൻ്റ് ആണ്, നല്ല ഫുഡുമാണ്, ഭയങ്കര ഹോസ്പിറ്റാലിറ്റി ആണ്, ഇഷ്ടപ്പെട്ടു മൊത്തത്തിൽ ഫുഡ്. സോ ഇവിടുന്നാണ് കഴിച്ചത്. ഇനി എപ്പോഴെങ്കിലും ഹൈദരാബാദ് പോകുമ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അതിന് ശേഷം ഞങ്ങൾ റൂമിലേക്ക് പോവുകയാണ്. ഞങ്ങൾക്ക് മെഹഫിൽ നിന്ന് ഒരു 1 കിലോമീറ്റർ 1.5 കിലോമീറ്ററേ ഉള്ളൂ. പക്ഷെ അത്രയും ഈ ഉച്ച സമയത്ത് നടക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങളൊരു ഓട്ടോയിൽ കുത്തിത്തിരികെ പോവുകയാണ് ഗൈസ്. അപ്പോൾ അച്ഛന് നടക്കാൻ വയ്യാത്തതുകൊണ്ട് നമ്മൾ ഫുഡ് പാർസൽ വാങ്ങുകയാണ് ചെയ്തത്. അവർ സ്പെഷ്യൽ ചിക്കനാണെന്ന് പറഞ്ഞിട്ടൊരു ചിക്കനും പിന്നെ നമ്മളൊരു നാനുമാണ് വാങ്ങിയത്. സോ നമ്മൾ കുറേ ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് എല്ലാവരും ടേസ്റ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞാൽ അച്ഛൻ എല്ലാവർക്കും കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ വാങ്ങിയതിനേക്കാൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു.
മെഹഫിലിലെ ഫുഡ് പൊതുവെ ഭയങ്കര നല്ല ഹോസ്പിറ്റാലിറ്റി. നമ്മൾ വിളമ്പാൻ ഈ കൈ എടുക്കുമ്പോഴേക്കും അവർ വന്ന് ഇളക്കി തരും. പിന്നെ മൊത്തത്തിൽ നല്ല വൃത്തി, കുഴപ്പമില്ല സ്ഥലം അല്ലേ അല്ലേ എന്ത് പറയും. നന്ദി, നമസ്കാരം. ഇവിടെ വന്നതിന് ശേഷം ഒന്ന് ബാവർച്ചി, ഒന്ന് പിസ്ത ഹൗസ്, ഒന്ന് മെഹഫില്, പിന്നെ എവിടെ കഴിച്ചിരുന്നോ? ബാലാജി ടിഫിൻ, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ ശ്രീകുമാരേട്ടന്റെ വീട്ടിൽ നിന്നുള്ള ഫുഡ്. അത് ഏത് ഹോട്ടലാണ് നമുക്കറിയില്ല. ഈ 4 ഹോട്ടലിലും എല്ലാം നല്ലതായിരുന്നു. പക്ഷെ പിസ്ത ഹൗസിലെ ബ്രോസ്റ്റ് നമുക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. ഭയങ്കര ഓവർ പ്രൈസ് ആയിട്ട് തോന്നി. 5 ദിവസത്തിന് 4 പീസോ 5 പീസിന് 40 രൂപ ഫുള്ള്. അത് ഭയങ്കര ഇതിനകത്ത് അതിന് മാത്രമല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. പിന്നെ മറ്റേ സാധനം റോള് നന്നായിരുന്നില്ല അവിടുത്തെ. പക്ഷെ അവിടുത്തെ സ്വീറ്റ്സ് നല്ലതാ. കേക്ക് സാധനങ്ങള് നല്ല വിലക്കുറവാണ്, നല്ല ടേസ്റ്റുമാണ്. പിസ്സ നല്ലതായിരുന്നു. ബാവർച്ചി ബിരിയാണി മസാല നല്ല ഇച്ചിരി കൂടുതലുണ്ട്. അത് ആന്ധ്രയിലത്തെ ആയതുകൊണ്ടാണ്. പക്ഷെ നല്ല ബിരിയാണി. പിന്നെ പിന്നെന്താ അടുത്ത വെച്ച് ഇന്നലെ നമ്മൾ അവിടുന്ന് ഓർഡറും ചെയ്തായിരുന്നു ബാവർച്ചിന്ന്. ഇപ്പൊ റേറ്റും ഭാഗമായിരുന്നു. സ്വിഗ്ഗിയിൽ കുറച്ച് ഓഫറും കിട്ടി. പിന്നെ നമുക്ക് ഇന്നിപ്പോ മെഹഫിലിന് ഡ്രാഗൺ ചിക്കൻ, ചില്ലി ചിക്കൻ, മെഹഫിൽ ചിക്കൻ, നാന്, ജീര റൈസ്, ദാല്, ഇതൊക്കെയാണ് കഴിച്ചത്. ഒക്കെ നല്ലായിരുന്നു, കുഴപ്പമില്ല. ദാല് നമുക്ക് അത്ര ടേസ്റ്റ് ഇഷ്ടപ്പെട്ടിട്ടില്ല. ജീര റൈസ് നല്ലായിരുന്നു. ഇതൊക്കെ പോകണം. തിരിച്ചു പോവാണ്. എയർപോർട്ടിൽ എത്തി. അയ്യോ വേറെ നേരിട്ട് സച്ചു എയർപോർട്ട് റോഡിൽ കയറി എത്തും. ഇനി ഞങ്ങളിപ്പോൾ കാര്യമായിട്ടൊന്നും പോയില്ല ഗൈസ്. കാരണം ആകെ ടയർഡായി. 2-3 ദിവസം നല്ല വെയിലും വലച്ചിലൊക്കെ ആയതുകൊണ്ട് ഇന്ന് ഫുൾ റെസ്റ്റ് എടുത്തിട്ട് നമ്മൾ അടുത്തുള്ള സ്ഥലങ്ങൾ മാത്രമാണ് പോയത്. എന്നിട്ട് കുറച്ച് നേരം ഉറങ്ങിയിട്ട് നമ്മൾ തിരിച്ചു പോന്നു. പിന്നെ എയർപോർട്ടിലെ വാഷ്റൂം ഞാനൊന്ന് കാണിച്ചത് എന്തൊരു വൃത്തിയാണെന്നുള്ളത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ തോന്നി കാണിക്കും. പിന്നെ ബാഗൊക്കെ കൊടുത്തു. നമുക്ക് ബോർഡിംഗ് പാസ് കിട്ടി. എന്താ കഴിച്ചു നോക്കണേ? നമ്മുടെ ഗേറ്റ് 9 ആണ്. നമുക്ക് അങ്ങോട്ട് പോകാം. My God, this is a whole big world. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ എയർപോർട്ട് കണ്ടത്. കാരണം നമ്മൾ ഇത്ര നേരം കണ്ടത് കോയമ്പത്തൂർ മാത്രമേ കണ്ടുള്ളൂ. അപ്പോൾ അത് ഭയങ്കര ചെറിയൊരു എയർപോർട്ടായിരുന്നു. ഇത് ഭയങ്കര വലിയ എയർപോർട്ട്. കൊള്ളാം. ക്രിസ്പി ക്രീം ഡോണറ്റ് വാങ്ങി. ചോക്ലേറ്റ് ക്രിസ്പി. നല്ല ടേസ്റ്റ് ഉണ്ട്. കളികളെ ഞങ്ങളുടെ ഫ്ലൈറ്റ് ഡിലേ ഞങ്ങളുടെ ഇവിടെ പാട്ട് ക്ലാസ് നടത്തണത്. പറയണ്ടോ? പറഞ്ഞോളൂ. ഒന്നും പറയാനില്ല. പറയൂ. വെയിറ്റ് ചെയ്തിരുന്ന ക്ഷണിച്ചു. അതെ, ബോർഡിങ് ഇപ്പോഴും ആയിട്ടില്ല. 9:40 എടുക്കേണ്ട ഫ്ലൈറ്റ് ആയിരുന്നു. 9:52 ആയിട്ടും ബോർഡ് ചെയ്തിട്ടില്ല. എന്തോ ഡിലേ ഉണ്ട്. കുറച്ച് ടൈം കഴിഞ്ഞപ്പോഴേക്കും ബോർഡിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഫ്ലൈറ്റിൽ കയറി. സോ ദാറ്റ്സ് ദ എൻഡ് ഓഫ് ദ സീരീസ്. അങ്ങനെ കുറച്ച് ഫോട്ടോസും കൂടി അറ്റാച്ച് ചെയ്തിട്ട് ഞാൻ ഈ സീരീസ് ഇവിടെ എൻഡ് ചെയ്യാണ്. 3rd പാർട്ട് ചിലപ്പോൾ ഉണ്ടായേക്കാം. ഞാൻ ലാസ്റ്റ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരുന്നു, പക്ഷെ അതില്ല. സോ സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ബൈ ബൈ.